കളമശ്ശേരിക്കടുത്ത് മണലിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. കോമൺ അമ്യൂണിറ്റീസ് ഉള്ള ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റും കൂടിയാണ്. അവിടെയായിട്ട് 3 സെൻറ്റ് 900 ലിങ്ക്സ് വരുന്ന ലാൻഡ് ഏരിയയിൽ 2000 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് വളരെ അടുത്ത് തന്നെയാണ്. ന്യൂ ആർട്സ് കോളേജ് വരുന്നുണ്ട്. വിദ്യോദയ സ്കൂളാണെന്നുണ്ടെങ്കിലും തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നല്ല സ്കൂളുകളും നല്ല ആരാധനാലയങ്ങളും നല്ല ഹോസ്പിറ്റൽസും ഒക്കെ ഉള്ള നല്ലൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മെട്രോ സ്റ്റേഷനിലേക്കും നമുക്ക് ഈസി ആയിട്ട് പോകാവുന്നതാണ്. അങ്ങനെയുള്ളൊരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിനകത്തുള്ള മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ആദ്യം നമുക്കിതിൻ്റെ എലവേഷൻ ഒന്ന് കാണാം. ഈ വില്ലയുടെ ഇന്ത്യാന റോഡിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 5 മീറ്ററാണ്. സുഖമായിട്ട് 2 വാഹനങ്ങൾക്ക് പാസ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി എലവേഷനിലേക്ക് വരാം. ഭംഗിയുള്ളൊരു എലവേഷൻ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ ടോണുമാണ് ഇതിന് കൊടുത്തുള്ളത്. സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഫോൾഡ് ചെയ്യുന്ന രീതിയിലുമാണ് ഗേറ്റ് വന്നുള്ളത്. ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ മതിലിനും ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. റെഡ് ബ്രിക്ക് ഡിസൈനിലുള്ള ടെക്സ്ചറൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് അകത്തേക്ക് കയറാം. വലിയൊരു വാഹനം ഈസി ആയിട്ട് നമ്മുടെ പോർച്ചിനകത്ത് കടന്ന് വീഴുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കടപ്പ കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് നോർത്തിലേക്കാണ്. ഇത് കൂടാതെ തന്നെ നോർത്ത് വെസ്റ്റ് ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നടക്കാനുള്ളൊരു സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ സ്പേസിൽ നമുക്ക് ഗാർഡൻ ചെയ്യാനായിട്ടാണ് വേക്കൻ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ ഈസ്റ്റ് ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെയും ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതായത് 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കോമ്പൗണ്ടിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്തിട്ട് കിണറും ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറാണ്. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളവും കൂടിയാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു വെല്ല് വന്നിട്ടുണ്ട്. അതും നോർത്ത് ഈസ്റ്റിൽ തന്നെയാണ്. അപ്പം ഈസ്റ്റ് ഭാഗത്തായിട്ട് നമുക്ക് അടുക്കളയുടെ വർക്ക് ഏരിയ ഒക്കെ വരുന്നുണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. നേരെ നമുക്ക് വീടിനകത്തേക്ക് കയറാം. സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിൽ തന്നെയാണ്. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് നോർത്തിലേക്കാണ്. വടക്കോട്ട് ഫേസ് ചെയ്യുന്ന വീടും കൂടിയാണ്. പാനൽ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഡോറാണ് വന്നുള്ളത്. നല്ലൊരു പാറ്റേണും ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. നേരെ നമ്മൾ ലിവിങ് സ്പേസിലേക്ക് വരികയാണ്. ഡബിൾ ഹൈഡ് ആയിട്ടുള്ളൊരു ലിവിങ് സ്പേസ് ആണ്. ടി വി യൂണിറ്റ് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ ഫൈബർ ലാമിനേഷൻ വർക്കാണ്. അതൊരു വുഡിൻ്റെ ടെക്സ്ചറാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കിലാണെന്നുണ്ടെങ്കിലും വലിയൊരു ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റ് ആണെങ്കിൽ പറയേണ്ടതില്ല. നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. അപ്പം നോർത്ത് വെസ്റ്റ് ഭാഗമായിട്ട് വരും. നല്ലൊരു കോർണർ സെറ്റ് ചെയ്താനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടീപ്പോയ്ക്കുള്ളൊരു സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഭംഗിയുള്ളൊരു ലിവിങ് സ്പേസ് കഴിഞ്ഞു. നേരെ നമ്മൾ ഡൈനിങ്ങിലേക്ക് വരികയാണ്. ഈ ഡൈനിങ്ങിലേക്ക് കയറുന്ന എൻട്രൻസിലൊക്കെ ബോക്സ് ഡിസൈനിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സോ അല്ലെങ്കിൽ പ്ലാന്റ്സോ അല്ലെങ്കിൽ ഫ്ലവറോ ഒക്കെ വയ്ക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ട് അതിനെയും കവർ ചെയ്തിരിക്കുകയാണ്. നേരെ ഡൈനിങ്ങിലേക്ക് വന്നു. ഓപ്പൺ കിച്ചനും കൂടിയാണ്. മനോഹരമായിട്ടൊരു കൗണ്ടറും കിട്ടിയിട്ടുണ്ട്. ഗ്രാനൈറ്റാണ് മേലെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഫൈബർ ലാമിനേഷൻ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് മേലെയായിട്ടും പ്ലാന്റ്സ് വയ്ക്കാനുള്ള കബോർഡ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈസ്റ്റ് സൈഡ്. അവിടെ 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ആ ഭിത്തി പൂർണ്ണമായിട്ടും നല്ല ഭംഗിയായിട്ട് ടെക്സ്ചർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി വാഷേരി വരുന്നത് മാറി ഒതുങ്ങിയിട്ടാണ്. വലിപ്പമുള്ളൊരു കൗണ്ടറാണ് കിട്ടിയിട്ടുള്ളത്. ഗ്രാനൈറ്റിൻ്റെ മേലെ നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. ടാപ്പ് വരുന്നുണ്ട്. ഒരു ബാക്ക്ഗ്രൗണ്ടിലായിട്ട് മിററും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫൈബർ ലാമിനേഷൻ വർക്കാണ്. വുഡിൻ്റെ ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസും നമുക്ക് താഴെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊക്കെ നമുക്ക് പ്ലാന്റ്സുകളോ ക്യൂരിയോസൊക്കെ വെക്കാനുള്ള രീതിയിലുള്ള സ്പേസും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കിച്ചണിലേക്കാണ് വരുന്നത്. ഓപ്പൺ കിച്ചണാണ്. അതുപോലെ തന്നെ ഇതിന് നല്ലൊരു കൗണ്ടറും കിട്ടിയിട്ടുണ്ട്. 3 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. 3 ചെയർ ഞാൻ ഉദ്ദേശിച്ചത് ബാർ സ്റ്റൂളോ അല്ലെങ്കിൽ ബാർ ചെയറോ ആണ്. ഇനി നമ്മൾ കിച്ചണിലേക്ക് വരികയാണ്. L ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്രാനൈറ്റ്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. കൈയെത്തുന്ന ദൂരത്തെല്ലാം കബോർഡുകളും കിട്ടിയിട്ടുണ്ട്. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഇതാണ് സൗത്ത് സൈഡ്, ഇത് ഈസ്റ്റ് സൈഡാണ്. ഈസ്റ്റ് സൈഡിൽ ഓൾറെഡി ഒരു ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നമുക്കൊരു സ്റ്റൗവിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. അക്വഗാർഡിൻ്റെ വാട്ടർ പോയിൻറ്റും പവർ പോയിൻറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ വലിയൊരു ഫ്രിഡ്ജാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ പവർ യൂണിറ്റും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇതിൻ്റെ വർക്ക് ഏരിയയിലേക്കാണ് പോകുന്നത്. ഭംഗിയുള്ളൊരു അടച്ചുറപ്പുള്ളൊരു വർക്ക് ഏരിയ കിട്ടിയിട്ടുണ്ട്. വശങ്ങളെല്ലാം ടൈലൊട്ടിച്ചിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് സ്ലാബ് വിരിച്ചിരിക്കുകയാണ്. ഇവിടെ ക്വാളിറ്റി ഉള്ളൊരു സിങ്കും ടാപ്പും ഒക്കെ വന്നിട്ടുണ്ട്.
രണ്ട് വശങ്ങളിലായിട്ട് തുറക്കാവുന്ന രീതിയിൽ ഇതിന് ഡോറും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വർക്കേരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് പോകാം. ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ പോകാം. മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ വരുന്നത്. ഇത് വരുന്നത് സൗത്ത് വെസ്റ്റ് ഭാഗത്താണ്. ഇത് സൗത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം 12 അടി നീളവും 11 അടി വീതിയിലുമാണ്. ഫാൾ സീലിങ്ങിൻ്റെ വർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കയറി വരുന്ന എൻട്രൻസിന് മേലെയായിട്ട് ഫൈബർ ലാമിനേഷൻ വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ ജിപ്സം പാനൽ വർക്കും LED ലൈറ്റുകളും വന്നിട്ടുണ്ട്. കബോർഡിലേക്ക് വരികയാണെങ്കിൽ 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലും വിത്ത് ഡ്രസ്സിംഗ് ടേബിളോട് കൂടി തന്നെയാണ്. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. ഇനി നമ്മൾ നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. താഴെ ഇതിന് 2 ബെഡ്റൂമാണ്. പത്തടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഇവിടെ കബോർഡ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. ബാത്റൂമിലേക്ക് കയറുന്ന ഭാഗത്ത് തന്നെയായിട്ട് ഡ്രസ്സിംഗ് ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഡയവേറ്റർ വന്നിരിക്കുന്നത് സെറേഡയാണ്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്ററിൻ്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയുമാണ്. ഇനി നമ്മൾ നേരെ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. സ്റ്റെയർ വന്നിരിക്കുന്നത് വുഡിൻ്റെ ടെക്സ്ചറിലൊരു മാറ്റ് ടൈലാണ്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വന്നിട്ടുണ്ട്. ടീ കൂട്ടിലാണ് ചെയ്തിട്ടുള്ളത്. അകത്ത് ഗ്ലാസും വന്നിട്ടുണ്ട്. നല്ലൊരു ഹാൻഡ് റീൽ വർക്ക് തന്നെയാണ് വുഡിൻ്റെ. നേരെ മേലേക്ക് കയറാം. അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. വലിപ്പമുള്ള വിൻഡോസ് വന്നിട്ടുണ്ട് ഈസ്റ്റ് സൈഡിൽ. ഫാൾ സീലിംഗിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ ബീഡിംഗ് ആയിട്ട് വുഡിൻ്റെ ടെക്സ്ചറാണ് കൊടുത്തുള്ളത്. അതുകൂടാതെ തന്നെ LED ലൈറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു അപ്പർ ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിന് 2 വ്യൂ ഉണ്ട്. ഒന്ന് നമുക്ക് സ്റ്റെയർ സ്പേസിൽ വരുന്ന ഏരിയയും ഇത് കൂടാതെ തന്നെ ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ളൊരു ലിവിങ് സ്പേസിലേക്കുള്ള വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഹാങ്ങിങ് ലൈറ്റൊക്കെ മനോഹരമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഇതിനൊരു ബാൽക്കണിയും കൂടി കിട്ടുന്നുണ്ട്. ഈ ബെഡ്റൂമിനൊരു ബാൽക്കണിയും കൂടി ഉണ്ട്. ഏകദേശം ഒരു 12 അടി നീളവും 10 അടി വീതിയുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കബോർഡും ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണി ഒന്ന് കാണാം. ഫ്രണ്ടിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് നമുക്ക് ബാൽക്കണി ആയിട്ടുള്ളത്. സ്ക്വയർ ട്യൂബിൻ്റെ ഹാൻഡിലാണ് കൊടുത്തുള്ളത്. അപ്പോൾ ഭംഗിയുള്ളൊരു ബാൽക്കണി നമുക്ക് കിട്ടിയിട്ടുണ്ട്, ചെറുതാണെങ്കിൽ കൂടി. ഇനി നമ്മളിതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. 12 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂം തന്നെയാണ്. ഇത് സൗത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. ഫാൾ സീലിംഗ് വർക്ക്, നല്ല കബോർഡ്, ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. നേരെ ബാത്റൂമിലേക്ക് ഒന്ന് വരാം. വാഷ് ബേസിൻ, കൗണ്ടർ, ടേബിൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. മിറർ, ലൈറ്റ്, ഡയവേറ്റർ, റെയിൻ ഷവർ, സിംഗിൾ പീസ് ക്ലോസറ്റ് ഭംഗിയായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. എക്സോസ്റ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. അപ്പോൾ താഴെ ഇതിന് 2ഉം മേലെ 2ഉം കിട്ടിയിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസും കൂടി കിട്ടിയിട്ടുണ്ട്. യൂട്ടിലിറ്റി സ്പേസ് വന്നിരിക്കുന്നത് സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള വാട്ടർ പോയിന്റ്, പവർ പോയിന്റ്, വേസ്റ്റ് ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഡിറ്റർജൻറ്റും ലോഷനും ഒക്കെ വയ്ക്കാനായിട്ടൊരു കബോർഡും കിട്ടിയിട്ടുണ്ട്. ഇതായിട്ട് നമുക്ക് അയൺ ടേബിളൊക്കെ ഇടാവുന്നതാണ്. ഇനി ഓപ്പൺ ടെറസിലേക്ക് കയറാനായിട്ട് ഇങ്ങനെ ഒരു സ്റ്റെയർ സ്പേസും കൂടി ഉണ്ട്. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് മേലേക്ക് കയറാവുന്നതാണ്. കോൺക്രീറ്റിൽ തന്നെയാണ് സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത്. മേലേക്ക് കയറാൻ ഈസി ആയിട്ട്. മേലെ ഷീറ്റ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുൾ ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഫാൾ സീലിംഗിൽ ഒരു സൈഡിൽ ഫൈബർ ലാമിനേഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. വുഡിൻ്റെ ഒരു ടെക്സ്ചറാണ് അതിന് കൊടുത്തിട്ടുള്ളത്. സിലിണ്ടറിക്കൽ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ ജിപ്സം പാനൽ വർക്കും LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഊഞ്ഞാലൊക്കെ കൊടുക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് ഫ്രണ്ടിലേക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ സ്റ്റീലിൻ്റെ ഹാൻഡിൽ ടഫ് ആൻഡ് ഗ്ലാസ്സുമാണ് വന്നുള്ളത്. ഒരു റൗണ്ട് ഷേപ്പിലൊരു ഡിസൈനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 3 സെൻറ്റ് 900 ലിങ്സ് ആണ് ലാൻഡ് ഏരിയ വരുന്നത്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വെൽ വാട്ടർ വരുന്നുണ്ട്. ഇത് കൂടാതെ താഴെ ഇതിന് 2 ബെഡ്റൂമും മേലെ ഇതിന് 2 ബെഡ്റൂമുമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയ വരുന്നുണ്ട്. മനോഹരമായിട്ടുള്ളൊരു ഇൻറ്റീരിയറോട് കൂടി തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 87 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ വീഡിയോ എൻ്റെ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്ട് ചെയ്യാം. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.